ഹായ് ഫ്രണ്ട്സ്, 5 ലീവ്സിലേക്ക് സ്വാഗതം. ഇത് ഇപ്പോൾ ചക്ക സീസണായില്ലോ. അപ്പോൾ ചക്കയുടെ സമയമാകുമ്പോൾ നമ്മൾ അതിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കണം. അതായത് ഇടിയൻ ചക്ക കൊണ്ട് 3 ടൈപ്പിലുള്ള തോരനാണ് ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് കൂട്ടി ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ്. ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയൻ ചക്ക തോരൻ. അപ്പോൾ പഴുത്ത ചക്ക എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ ഇടിയൻ ചക്കയും ചക്കക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആദ്യം ഒരു ചക്ക എടുത്തിട്ടുണ്ട് ചെറുത്. മിക്കവർക്കും ഭയങ്കര പ്രശ്നമാണ് ഈ ചക്ക നന്നാക്കാനുള്ള കാര്യം. ഭയങ്കര മടിയാണ്. ആദ്യം കയ്യിൽ നമ്മൾ നിറവ് വെളിച്ചെണ്ണ തേക്കുക. എന്നതിന് ശേഷം ചക്ക ഇതുപോലെ മുറിക്കുക. ഇതുപോലെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ കരുളെന്ന് പറയില്ലേ, അത് കളയാനായിട്ട്. അപ്പോൾ ഇന്ന് ചക്ക മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ ഉപയോഗിക്കുമ്പോൾ നല്ലതാണ്. അതായത് മരത്തുമെന്ന് മുറിച്ച് വെച്ചാൽ എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉണ്ടാക്കിയ പശയ്ക്ക് കുറച്ച് കുറവ് കിട്ടും. അപ്പോൾ ഇതേപോലെ ചെത്തുക. ഞാനതിൻ്റെ മൂക്ക് ഇതൊന്നും കളയില്ല കേട്ടോ, ഫുള്ളെടുക്കും. എന്നിട്ട് ആ കരുള് മാത്രമേ ചെത്തി കളയുള്ളൂ. അത് ചെത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കുക. എന്നതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നതിന് ശേഷം നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഞാൻ കുക്കറിലിട്ടുണ്ട്. അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് വയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കാം വേറെ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒറ്റ വിസിൽ മതിയിട്ടാ. ഒരു വിസിൽ ഇത് ഓഫ് ചെയ്താൽ പാകം ഉണ്ടാവും. ആ കയ്യിൽ ബാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ കത്തി ഇതൊക്കെ നോക്കിയേ. പിന്നെ സോപ്പിട്ട് കഴുകുക, പെട്ടെന്നാവും. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഉള്ളി വേണം. അപ്പോൾ ഒരു സെക്ഷനുള്ള ഉള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. 2 സെക്ഷനിൽ ഉള്ളി ചതച്ചത് വേണം. അപ്പോൾ അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്ക വെന്തു കണ്ട പിടിക്കുമ്പോൾ നല്ല ഇങ്ങനെ ഒറ്റ വിസിൽ, ആ ഒരു വിസിൽ വന്നാൽ അപ്പോൾ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നാൽ പാകമായി. വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളയുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് ചതച്ച് കഴിഞ്ഞാൽ ഈ പരുവത്തിൽ കിട്ടും. ആ ഇപ്പോൾ ഇതിലേക്ക് വേണ്ട 3 തോരനിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരുമിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ. ഒരു തോരനിലേക്ക് നമുക്ക് അരിഞ്ഞ് വെക്കാം. അതിലേക്ക് പച്ചമുളക് വേണം, ഉഴുന്നും പരിപ്പ് വേണം, പിന്നെ എല്ലാത്തിലേക്കും കറിവേപ്പില വേണം, 2 എണ്ണത്തിലേക്ക് കുത്തുമുളക് പൊടി വേണം, പിന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചതാണ് കേട്ടോ. 2 സെക്ഷൻ വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ചത്, 1 സെക്ഷൻ ഉള്ളി അരിഞ്ഞതാണ്, പിന്നെ വറ്റൽമുളക്, പിന്നെ വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണ വേണം, പിന്നെ മുതിര വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇത്, പിന്നെ കടുക്, പിന്നെ നമ്മൾ ചതച്ച് വെച്ച ചക്ക, പിന്നെ നാളികേരം. ഞാൻ നാളികേരം ചരിയിട്ട് 3 ആക്കി ഭാഗിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ അത് ചൂടാവാൻ വെച്ച നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അരിഞ്ഞ് വെച്ച ഉള്ളിയും പിന്നെ പച്ചമുളകും ചതച്ചു. അതൊന്ന് ചതച്ചു വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരും, 1 സെക്ഷനിലേക്കുള്ള നാളികേരം ഇട്ട്. ഇതൊരു സെക്ഷൻ തോരൻ്റെ സാധനമാണ് ചതക്കേണ്ടത് കേട്ടോ. അത് ചതച്ച് മിക്സിയിലിട്ട് ഇതാക്കി എടുത്താൽ മതി. പക്ഷേ അപ്പോൾ നാളികേരം നന്നായി ഒതുങ്ങിപ്പോവും. അപ്പോൾ പിന്നെ നമുക്ക് നാളികേരം പോരാണ്ട് വരും. അതുകൊണ്ടാണ് അത് അങ്ങനെയാക്കി വെച്ചത്. അപ്പോൾ ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. മൂത്ത് വന്നപ്പോൾ പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ വെക്കണേ അതിൻ്റെ പാകം നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അത് മൂത്ത് ഒന്ന് വഴറ്റി നന്നായി മൂത്ത് വരണം. ആ മൂത്ത് വരുമ്പോൾ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇട്ട് കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇടിയൻ ചക്ക ഞാൻ 3 ആയി ഭാഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു സെക്ഷൻ ഇടിയൻ ചക്ക ഇട്ടു, കറിവേപ്പില ഇട്ടു. നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉപ്പ് നോക്കുക. ഇടിയൻ ചക്ക ഉപ്പിട്ടിട്ടാണ് വേവിക്കെങ്കിലും കൂടി പോരാണി പാകത്തിന് ഉപ്പിട്ട ആ തോരൻ റെഡി. ഇനി അടുത്ത തോരനാണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചു, കടുകിട്ടു, വറ്റൽമുളക് ഇട്ടു, ഉഴുന്നും പരിപ്പ് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതും സെറ്റായി വന്നാൽ അതിലേക്ക് നമ്മൾ ചക്കിട്ട് കൊടുത്തു. പിന്നെ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും നാളികേരും ഇട്ട് കൊടുത്തു. അത് ഇട്ട് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അതിലേക്ക്. ഇനി അടുത്ത സെക്ഷൻ വെച്ചു. ഉള്ളി മൂത്ത് വന്നു, കറിവേപ്പില ഇട്ടു. ഇതിൽ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചായച്ചാണ് കേട്ടോ. അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തു, മുതിര ഇട്ട് കൊടുത്തു, പിന്നെ നാളികേരം ഇട്ട് കൊടുത്തു. അതിട്ട് നല്ല പോലെ ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇളക്കി മിക്സായി വരുമ്പോൾ നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കുക. ഇളക്കി മിക്സ് ചെയ്യുന്ന ആ തോരൻ റെഡിയാണ്. ഇപ്പം 3 തോരനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോരൻ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ 3ഉം കൂടി ആകുമ്പോൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും 3 ഉണ്ടാക്കി നോക്കൂ കേട്ടോ.